ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ കിരീടം ചൂടി ഇന്ത്യൻ വനിതകൾ. കാര്യവട്ടത്ത് 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കി ഇന്ത്യ. 113 റൺസ് വിജയലക്ഷ്യം. 40 പന്തുകൾ ശേഷിക്കെ മറികടന്നു. ഷെഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസിലേക്കാണ്. ഹാൻസ്, എന്തായാലും കാര്യവട്ടത്തും കാര്യമായ ചെറുത്തുനിൽപ്പ് നടത്താതെ ലങ്ക വീണിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ആവേശകരമായിരുന്നു മത്സരം? ഇന്ത്യക്ക് എത്രമാത്രം അനായാസമായിരുന്നു ഈ ഒരു മത്സരം? സ്വാതി, തകർപ്പൻ വിജയം എന്ന് മാത്രമേ ഇന്ത്യയുടെ വിജയത്തെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്കയ്ക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ അതിൽ തകർപ്പൻ പെർഫോമൻസ് ഇന്ത്യ കാഴ്ചവെച്ചത് കൊണ്ടാണ് 112 റൺസിൽ ശ്രീലങ്കൻ ടീമിനെ ഒതുക്കാൻ കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായും ഈ ഇന്ത്യക്കായി രേണുക സിംഗ് താക്കൂർ 4 വിക്കറ്റും ദീപ്തി ശർമ്മ 3 വിക്കറ്റുകളും നേടി. ഇവർ രണ്ടുപേരും മാത്രമാണ് ഇന്ത്യൻ ബോളർമാരിൽ നിന്ന് വിക്കറ്റ് നേടിയത്. ഇവരുടെ തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിന് കാരണമായതെന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് രേണുക സിംഗിന് ഈ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും ലഭിച്ചത്. പക്ഷേ അതിന് പിന്നാലെ ഇന്ത്യൻ ടീം ബാറ്റിംഗിന് ഇറങ്ങി. ആദ്യം തന്നെ ശക്തമായ പെർഫോമൻസ് ആണ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഷെഫാലി വർമ്മ തകർത്തടിച്ചു. അവർ ഏകദേശം 79 റൺസാണ് 42 പന്തിൽ നിന്ന് ഷെഫാലി വർമ്മ അടിച്ചു കൂട്ടിയത്. അതിൽ 8 ഫോറോളമുണ്ട്, 3 സിക്സ് അടിച്ചു. എടുത്തു പറയുകയാണെങ്കിൽ സിക്സറുകളും ഫോറുകളും മാത്രമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഒരു വിചാരിച്ച പെർഫോമൻസിലേക്ക് കടക്കാൻ സ്മൃതി മന്ദാനക്കും ജമീമ റോഡ്രിഗസിനും കടന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന് ഈ ഷെഫാലി വർമ്മയോടൊപ്പം കൂടെ നിന്ന് ഇന്ത്യക്ക് അഭിമാനിക്കാം. കാര്യവട്ടം സ്റ്റേഡിയത്തിലും ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. വനിതകളുടെ 20 ടീമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.